ഇവിടുത്തെ ലഞ്ചാണ് ഇത്. Stew. What is this? Stew. Yeah. There is mix. There is banana, carrots. There is. ഇവിടെ വന്നെണ്ണ കിട്ടിയാണ് മാംഗോ. നല്ല ടേസ്റ്റ് ഉള്ള മാംഗോ കേട്ടോ. ഇന്നത്തെ ലഞ്ച് ഇതാണ്. ഓക്കെ, ഇതേ ബനാന, പൊട്ടറ്റോ, പിന്നെ കുറച്ച് വെജിറ്റബിൾസ് കണ്ടോ. ഇതൊരു സൂപ്പാണ്. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിപ്പോൾ നിൽക്കുന്നതെന്ന് പറഞ്ഞാൽ ലാവാ ടവറിൻ്റെ മുന്നിലാണ് നിൽക്കുന്നത്. ഇതാണ് ലാവാ ടവർ കണ്ടോ. ഇനി ഇതിപ്പം 4600 മീറ്ററിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഇനി നമ്മൾ ഇവിടുന്ന് 3900 മീറ്ററിലേക്ക് പോവാണ്. കാരണം ഇത് അക്ലമറ്റൈസേഷൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഈ ഒരു ഭാഗത്തേക്ക് വന്നത്. ഏകദേശം 800 മീറ്റർ കവർ ചെയ്താണ് നമ്മളിവിടെ എത്തിയിരിക്കുന്നത്. ഇവിടെ നിന്ന് നമ്മളിനി 3900 മീറ്ററിൽ ബെറാങ്കോ വോൾ എന്ന് പറഞ്ഞാൽ അവിടെയാണ് ഇന്ന് സ്റ്റേ ചെയ്യുന്നത്. ഇപ്പോൾ സമയം എന്ന് പറഞ്ഞാൽ 2:20 ഇവിടുന്ന് നമ്മളിനി താഴേക്ക് ഇറങ്ങുകയാണ്. 3900 മീറ്ററിൽ പോയി നമ്മളിന്ന് സ്ലീപ്പ് ചെയ്യും. ബെറാങ്കോ വോളിലേക്കാണ് പോകുന്നത്. അപ്പം പോകുന്ന വഴിയിൽ ഇതേപോലുള്ള കാഴ്ചകളൊക്കെ തന്നെയാണ്. അപ്പം പോകുന്ന വഴിയിലെ കാഴ്ചകളൊക്കെ നമുക്ക് കണ്ടുപോകാം. ഇപ്പോൾ ഇവിടുന്ന് നമ്മൾ ലഞ്ച് കഴിച്ചു. ലാവാ ടവറിൻ്റെ മുന്നിൽ നിന്നാണ് ഞാനിപ്പം സംസാരിക്കുന്നത്. ഇപ്പോഴും കോട കയറി വരുന്നുണ്ട്. ഇത് കണ്ടോ, ഫുള്ള് കോടയാണ്. 2 മണിക്കൂർ അല്ലെങ്കിൽ 2.5 മണിക്കൂർ കൊണ്ട് നമ്മൾ അവിടെ എത്തിച്ചേരുമെന്നാണ് നമ്മുടെ ഗൈഡ് പറഞ്ഞേക്കുന്നത്. എന്തായിട്ട് ഇതൊന്നും അറിയില്ല. എന്നാലും താഴേക്കാണല്ലോ പോകുന്നത്. എന്തായാലും കുറച്ച് സമയം കൊണ്ട് എത്തുമെന്ന് വിശ്വസിക്കുന്നു. നല്ല തണുപ്പുണ്ട് കേട്ടോ, നല്ല തണുപ്പ്. കൈയൊക്കെ ഫ്രീസായിട്ടിരിക്കുക. കാരണം ഞാനിപ്പോൾ എൻ്റെ ഗ്ലൗസ് ഊരി വെച്ചിരിക്കുകയാണ്. എൻ്റെ ഓക്സിജൻ ലെവൽ നോക്കിയപ്പോൾ ഇപ്പം 78 ആണ്. എന്നാലും കുഴപ്പമില്ല. കാരണം ഈ ഒരു ഹൈറ്റിൽ വരുമ്പം ഇത്രയെങ്കിലും ഉണ്ടെന്നുള്ളതാണ് ഏറ്റവും നല്ലൊരു കാര്യമെന്ന് പറയുന്നത്. എൻ്റെ ഗ്ലൗസ് എൻ്റെ കയ്യിൽ ഇരിപ്പുണ്ട്. ഇട്ടിട്ട് ഇനി നടക്കാൻ പറ്റുള്ളൂ. ഇത് ടച്ച് ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണ് ഇത് ഊരിയിട്ട് ഞാനിത് ചെയ്യുന്നത്, വീഡിയോ എടുക്കുന്നത്. ഞങ്ങളുടെ കൂട്ടത്തിലുള്ള ഹെൽപ്പ് ചെയ്യുന്ന ആൾക്കാരെല്ലാമാണ് ഈ നിൽക്കുന്നത്. കണ്ടോ, ഇതായിരുന്നു മെസ് ഹോള്. അത് മെസ്സായിരുന്നു. ഇത് കിച്ചണായിരുന്നു. ഇവർ പെട്ടെന്ന് ഇവിടെ വന്ന് അറേഞ്ച് ചെയ്യുന്നതാണ് ഉച്ചയ്ക്ക്. ഇനി താഴെ പോയി ഇവരെല്ലാം കൊണ്ടുപോയിട്ട് ഇന്നിവിടെ അവിടെ പോയി അറേഞ്ച് ചെയ്യും. ചെയർ എല്ലാം എടുത്തുകൊണ്ട് പോയി ഇനി അവിടെ ചെന്ന് എന്തുമാത്രം ബുദ്ധിമുട്ടിയാണ് അവരിതെല്ലാം ചെയ്യുന്നത് അല്ലേ. അപ്പം ഇതെല്ലാം ഇനി പാക്ക് ചെയ്ത് താഴെ പോയി ഇനി ഡിന്നറിനുള്ള ഫുഡെല്ലാം ഡിന്നറൊക്കെ ഉണ്ടാക്കണം. എന്തായാലും നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. ഇത്രയെങ്കിലും ചെയ്യാൻ പറ്റുമല്ലോ. 4ാം ദിവസം ഇവിടെ വരെ എത്താൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷം. അങ്ങനെ ശ്വാസം മുട്ടലായിട്ട് വരുന്നില്ല. ഇടയ്ക്ക് നമ്മൾ നടക്കുമ്പം ശ്വാസം കിട്ടാത്ത പോലുള്ള അവസ്ഥ വരുന്നുണ്ട്. ഇതിൽ ഓക്കെയാണ്. ഇപ്പം സ്റ്റേബിളാണ്, പ്രശ്നമില്ല. ഇവിടെ എങ്ങും റേഞ്ച് ഇല്ല എന്നുള്ളതാണ് ഒരു പ്രശ്നം കേട്ടോ. വീട്ടിലോട്ട് വിളിക്കാനും ഒന്നും പറ്റത്തില്ല, ഒന്നും അറിയാൻ പറ്റുന്നില്ല. അവരും എങ്ങനെയാണെന്ന് അറിയത്തില്ലല്ലോ. പിന്നെ ഇതെല്ലാം നമ്മൾ അക്സെപ്റ്റ് ചെയ്യാനേ പറ്റുള്ളൂ. ഇത്രയും ഹൈറ്റിലേക്ക്, ഇത്രയും ഒരു കിളിമഞ്ചാരോ എന്ന് പറയുന്നത് വലിയൊരു അഡ്വഞ്ചറായിട്ടുള്ള ഒരു ട്രെക്കിങ്ങിന് വരുമ്പം നമ്മളിതെല്ലാം സഫർ ചെയ്ത് വേണം മുന്നിലേക്ക് പോകാൻ. ഒന്നിനെക്കുറിച്ചും നെഗറ്റീവ് ചിന്തിക്കരുത്, പോസിറ്റീവ് മാത്രം എപ്പോഴും ചിന്തിക്കുക. അവർ നമ്മുടെ ഗൈഡാണെങ്കിലും നമ്മളോട് എപ്പോഴും അത് തന്നെയാണ് പറയുന്നത്. പോസിറ്റീവായിട്ടിരിക്കുക, മൈൻഡ് എപ്പോഴും ടെൻഷൻ ഫ്രീ ആക്കുക. നമ്മൾ എപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കുക, വെള്ളം കുടിക്കുക, പിന്നെ നല്ലത് മാത്രമോ ചിന്തിക്കുക, ഫുഡ് നല്ലോണം കഴിക്കുക. ഇതാണ് നമ്മുടെ ഗൈഡ് എപ്പോഴും നമ്മളോട് പറഞ്ഞു തരുന്നത്. അങ്ങനെയാണ് ഞാൻ ഫോളോ ചെയ്ത് പോകുന്നത്. നമ്മൾ ഇറങ്ങി വന്ന വഴിയുണ്ടോ, ആ ഭാഗത്തു നിന്നായിരുന്നു നമ്മൾ ഇറങ്ങി വന്നത്. ഇതുകൊണ്ടോ വലിയ 2 ടവർ പോലെ 2 ഇത് നിൽക്കുന്നുണ്ടോ. അപ്പോൾ വലിയ 2 ടവർ പോലെ ഉണ്ടല്ലേ കാണാൻ. അതിൻ്റെ ആ ഇടയ്ക്കൂടാണ് നമ്മൾ ഇറങ്ങി വന്നത്. ഇനി നമ്മൾ അതിലേക്ക് കൂടെ ഇറങ്ങി താഴേട്ട് ഇറങ്ങിയിട്ട് പിന്നെ അവിടെ നിന്ന് മുകളിലോട്ട് കയറണം. ഇത് കണ്ടോ, ഇവിടെ കേബിള് വലിച്ചിട്ടേക്കുന്ന കണ്ടോ, നെറ്റ്വർക്കിൻ്റെയാണ്. പക്ഷേ ഇവിടെ ഒന്നും ആയിട്ടില്ലെന്നാണ് തോന്നുന്നത്. ഇവിടെ നമുക്ക് നെറ്റൊന്നും കിട്ടുന്നില്ല ഇപ്പം. കണ്ടോ, അവിടെ നിന്നേ ഉണ്ട്. കണ്ടോ, നെറ്റ് വലിച്ചിടുന്നുണ്ട്. അങ്ങ് വരെ ഉണ്ട്, അങ്ങോട്ടുണ്ട് കേട്ടോ. ഇനി ഹൈറ്റിലോട്ടാണ് പോകുന്നത്.
നമ്മൾ ഇറങ്ങി വന്ന വഴിയെന്ന് പറഞ്ഞാൽ അങ്ങ് നടന്നേ നമ്മൾ അവിടുന്ന് ഹൈറ്റിലേക്ക് കയറി വന്നു. അത് കഴിഞ്ഞിട്ട് ഇനിയും താഴോട്ടിറങ്ങാൻ പോകണേ. ഇനി നമ്മൾ ഇങ്ങനെ പോയിട്ട് കോട കയറി മൊത്തം വന്നിരിക്കുകയാണ്, കാണത്തില്ല. ഇനി നമ്മൾ താഴോട്ടാണ് ഇറങ്ങുന്നത്. കുറച്ച് ദൂരം ഹൈറ്റിലേക്ക് വന്നു, ഇനി താഴോട്ട് ഇറങ്ങുന്നത്. അപ്പോൾ നമ്മൾ ഹൈറ്റ് ലോ ഇങ്ങനെ പൊക്കോണ്ടേ ഇരിക്കുകയാണ്. ഇനി അവിടുന്ന് അങ്ങനെ പോയി. ഇപ്പം 3 മണിയായി സമയം. നമ്മൾ അവിടുന്ന് 2:30-ക്കാണ് തിരിച്ചത്. അരമണിക്കൂർ എടുത്ത് ഇവിടെ വരെ വരാൻ. ഏകദേശം 2 മണിക്കൂറാണ് പറഞ്ഞേക്കുന്നത് നമ്മൾ ബെറാങ്കോ വാൾ എന്ന് പറഞ്ഞ സ്ഥലത്ത് എത്താൻ. ഇപ്പം അരമണിക്കൂറേ ആയുള്ളൂ. ഇനിയും ഒരു 2 മണിക്കൂർ എടുത്തെങ്കിൽ മാത്രമേ അവിടെ എത്തുള്ളൂ. അപ്പോൾ ഒരു 5 മണി പ്രതീക്ഷിക്കാം. 5 മണിയാകുമ്പോൾ എത്തുമെന്നാണ് വിശ്വസിക്കുന്നത്. കാരണം പതുക്കെയാണ് നടക്കുന്നത്, സ്ലോലി നടന്നാൽ മതി എന്നാണ് നമ്മളോട് പറഞ്ഞേക്കുന്നത്. അപ്പോൾ അങ്ങനെ നമ്മൾ പതുക്കെ അങ്ങനെ നടക്കാൻ പോവാണേ. കണ്ടോ അങ്ങ് ആൾക്കാർ പോകുന്നത് ആ ഭാഗത്ത് കണ്ടോ, അവിടെ എത്തണം. ഇനി കുറച്ച് താഴോട്ട് ഇറങ്ങണമേ. നീ കണ്ടോ ഒരു വഴി കണ്ടോ, ഇങ്ങനെ താഴോട്ട് ഇങ്ങനെ ഇറങ്ങിയിട്ട് പിന്നെ മുകളിലോട്ട് കയറി അങ്ങനെ പോകണം. കണ്ടോ കാറ്റടിക്കുന്നുണ്ടേ. ഇവിടെ താഴെ ഇറങ്ങിയിട്ട് വേണം. കുറച്ച് പേര് പോകുന്നുണ്ടോ, അവിടുന്ന് മേലോട്ട് കയറി പോകണം. ആ മുകളിലായിരുന്നേ നമ്മൾ വന്ന. കണ്ടോ ഇവിടെ മൊത്തം പാറക്കല്ലുകളാണേ. കണ്ടോ ഇതിനകത്തൂടെ ഇറങ്ങി ഇങ്ങനെ താഴോട്ടെല്ലാം ലോ ആൾട്ടിറ്റ്യൂഡിലോട്ട് നമ്മൾ പോവാണ്. ഹൈ ആൾട്ടിറ്റ്യൂഡിൽ നിന്ന് ലോ ആൾട്ടിറ്റ്യൂഡ് അങ്ങ് കണ്ടോ, അങ്ങ് താഴെ അങ്ങ് ഇറങ്ങി അങ്ങ് പോകണം. കാണുന്നുണ്ടോയെന്ന് എനിക്കറിയില്ല. മൊത്തം ക്ലൗഡ്സാണ്. കണ്ടോ ഒന്നും കാണത്തില്ല. എന്നിട്ട് വോട്ടർമാരൊക്കെ പോകുന്ന കാണാമല്ലോ, കാണിച്ചു തരാമേ. കണ്ടോ ഇനി താഴെ അങ്ങ് എത്തണം. കണ്ടോ കുട കയറി വരികയാണ്. നല്ല തണുപ്പായി. 4 മണിയായി. 2:30 ആയപ്പോഴാണ് നമ്മൾ അവിടുന്ന് തിരിച്ചത് നടക്കാൻ തുടങ്ങിയത്. അപ്പോൾ നമ്മൾ ഇനിയൊരു 1 മണിക്കൂറൂടെ നടന്നെങ്കിലേ നമ്മുടെ ബെറാങ്കോ വാളിലെത്തുള്ളൂ. കണ്ടോ ഇതാണ് വഴിയേ. അവിടെയൊക്കെ കണ്ടോ ഒരു സൈസിലെ മരമൊക്കെ നിൽക്കുന്നത് കണ്ടോ. ഇത് കണ്ടോ ഇവിടെയൊക്കെ കണ്ടോ. എന്ത് രസമാണ് ഈ മരം. ഒരു മഞ്ഞും ഈ കുറേ പാറകളുടെ ഇടയ്ക്ക് ഇങ്ങനെ നിൽക്കുന്നതാണ്. നല്ല രസമില്ലേ. അവിടെ ഒരു റിവർ ഉണ്ട്, നമുക്ക് നോക്കാം. അവിടെ പക്ഷേ കുറച്ച് വെള്ളമേ ഉള്ളൂ ഇപ്പം, വലുതായിട്ട് വെള്ളമില്ല. ആ ഭാഗത്ത് റിവർ ഉണ്ട്, അങ്ങോട്ട് ഒഴുകി പോകുന്നതാണേ. കണ്ടോ ഒരു റിവർ കണ്ടോ. ഇതിനകത്ത് ഇപ്പം കുറച്ചാണ് വെള്ളം. നല്ല മഴയൊക്കെ ഉള്ള സമയത്ത് നല്ലതുപോലെ വെള്ളമുള്ളതാണ്. ഇപ്പോൾ കുറച്ചേ ഉള്ളൂ കേട്ടോ. രണ്ടര ആയപ്പോൾ നമ്മൾ നടക്കാൻ തുടങ്ങിയാണ്. ഇനി ഒരു 15 മിനിറ്റുണ്ട്. 4:45 കഴിഞ്ഞു. 5 മണി ആറായി. ഇപ്പം കുറേ സ്ഥലത്ത് നമ്മൾ ഇരുന്നും ഫോട്ടോ എടുത്തും ഒക്കെയാണ് വന്നത്. അല്ലെങ്കിൽ കുറേ കൂടി നേരത്തെ എത്താമായിരുന്നു. പിന്നെ നല്ല ഭംഗിയുള്ള സ്ഥലമുണ്ട്. എല്ലായിടും നമ്മൾ ഇങ്ങനെ വീഡിയോ ഒക്കെ എടുത്ത് ഫോട്ടോ ഒക്കെ എടുത്തിട്ടാണ് വന്നത്. നമ്മൾ നടക്കുന്നുണ്ട്, ചൂടെടുക്കുന്നൊന്നുമില്ല, നല്ല തണുപ്പാണ്. അതുകൊണ്ട് കോട കയറി വരുന്നുണ്ടോ ഫുള്ള്. എന്താ രസമെന്നറിയാമോ, ഈ ഒരു വാലിയായത് കേട്ടോ. ഇത് അതുകൊണ്ട് അതിലേ കൂടെ റിവർ പോകുന്നുണ്ട്. ഞാൻ മുമ്പേ കാണിച്ചില്ല, ആ റിവർ അതിലേ കൂടെ പോകുന്നത്. വലിയതായിട്ട് വെള്ളമില്ല, ചെറിയ വെള്ളമേ ഉള്ളൂ. ഇപ്പം 5 മണിയായി. 2:30 ആയപ്പോൾ നടക്കാൻ തുടങ്ങി. 2.5 മണിക്കൂറായി. അവർ പറഞ്ഞത് 2.5 മണിക്കൂർ കൊണ്ട് നമ്മൾ 2.5 അല്ല 3 മണിക്കൂർ എന്നാണ് പറഞ്ഞേക്കുന്നത്. പക്ഷേ ഇപ്പോൾ ഒരു 15 മിനിറ്റിനുള്ളിൽ ഞാൻ അവിടെ എത്തും, ടെൻറ്റിലെത്തും. ബെറാങ്കോ വാളിൽ നമ്മളെത്തും. നോക്കി ഇതൊക്കെ കാണാൻ എന്താ ഭംഗിയല്ലേ. ഇതൊക്കെ നമുക്ക് ഒരിക്കലല്ലേ കാണാൻ പറ്റുള്ളൂ. ഇങ്ങനെയൊക്കെ അടുത്ത് കാണുക എന്ന് പറയുന്നത്, ഇതൊക്കെ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുക എന്ന് പറയുന്നത്, ഇതൊന്നും ഇനിയും ഒരിക്കലും എനിക്കിവിടെ വരാൻ പറ്റുമെന്നൊന്നും അറിയത്തില്ല. അതുകൊണ്ട് ഞാൻ തന്നെ ഇവിടെ വന്ന് ഇതെല്ലാം ആസ്വദിച്ചതാണ് ഇങ്ങനെ പോവാണേ. നോക്കിയേ, ഇതൊക്കെ എനിക്ക് എൻ്റെ കണ്ണ് കൊണ്ട് കാണുകയാണ് ഞാൻ ഈ ഒരു സ്ഥലങ്ങളൊക്കെ. മഞ്ഞ്, മല, പൂക്കൾ, താഴ്വാരം, എന്താ വലിയ വലിയ മൗണ്ടൻസ്,
കണ്ടോ ഇത് ആകാശമൊക്കെ നോക്കി ഇതാ ഭംഗിയല്ലേ. ഓ എല്ലാം പാറയാണ്, ഈ വലിയ വലിയ പാറക്കെട്ടുകളാണ്. അപ്പം നമ്മൾ നടക്കുന്നുണ്ടെയാണ് വലിയ പാട്. ഇങ്ങനെ പാറയുടെ നടുവിൽ കൂടി വേണം ഇങ്ങനെ ചവിട്ടി നടക്കാൻ. അപ്പം അതാണ് ഒരു വലിയൊരു ടാസ്ക്. അതുകൊണ്ട് നമുക്ക് പ്രോപ്പറായിട്ട് വീഡിയോ എടുത്തിട്ട് നടക്കാനൊന്നും പറ്റത്തില്ല. എനിക്ക് എന്നെക്കൊണ്ട് പറ്റാവുന്ന രീതിയിൽ എനിക്ക് അത്രയ്ക്ക് പറ്റുള്ളൂ. കാരണം ഗ്ലൗസ് ഊരി വേണം ഞാനിത് വീഡിയോ എടുക്കണമെങ്കിൽ. ഒന്ന് ടച്ച് ചെയ്യണേ. ഗ്ലൗസ് ഊരി കഴിഞ്ഞ് കഴിഞ്ഞാൽ കോച്ചി വിറയ്ക്കുക, നമ്മുടെ കൈയൊക്കെ എന്ന് കഴിഞ്ഞാൽ ഫ്രീസ് ആവുകയാണ്. എനിക്ക് ഇത്രയൊന്നും എനിക്ക് വീഡിയോ എടുക്കാനേ പറ്റത്തില്ല. എനിക്ക് പറ്റാവുന്ന രീതിയിൽ, എന്നെക്കൊണ്ട് പറ്റാവുന്ന രീതിയിൽ ഞാൻ നിങ്ങളെ ഈ സ്ഥലങ്ങളെല്ലാം കാണിക്കുകയാണ്. കാരണം ഇതെനിക്ക് ഞാൻ വന്ന് കണ്ടിട്ട് നിങ്ങളെയും കൂടെ കാണിക്കണമല്ലോ. അതാണ് എൻ്റെ ഒരു ഇതെന്ന് പറയുന്നത്. കണ്ടോ ഓരോ വലിയ മരങ്ങളൊക്കെ ഞാൻ മുമ്പേ കാണിച്ചില്ലേ, അതൊക്കെയാണ് അവിടെ നിൽക്കുന്നത്. കണ്ടോ ഇത് കൂടുതലും അങ്ങനെയുള്ള സ്ഥലമാണ്. നോക്കി അവിടെയൊക്കെ കണ്ടോ വലിയ മൗണ്ടൻസാണ്. നമ്മൾ ഇതിപ്പോൾ താഴോട്ട് ഇറങ്ങുകയാണ്, ലോ ആൾട്ടിറ്റ്യൂഡിലോട്ട് ഇറങ്ങുകയാണ്. ഹൈ ആൾട്ടിറ്റ്യൂഡിൽ പോയിട്ട് നമ്മളിപ്പം ലോ ആൾട്ടിറ്റ്യൂഡിലോട്ടാണ് വരുന്നത്. അതിൻ്റെ ഗൈഡ് 2 പേരുന്നുണ്ട് വരുന്നത് കണ്ടോ, ഹെസിക്കേലും ഹുസൈനും ഹെസിക്കേലുമാണ് വരുന്നത്. എൻ്റെ ഗൈഡാണ് 2 പേരും. അവർ 2 പേരും എൻ്റെ കൂടെ തന്നെ എപ്പോഴും ഉണ്ട് കേട്ടോ. നോക്കി ഇനി പോകുന്ന വഴി നമ്മളിങ്ങനെ പോകണമേ. ഇത് കണ്ടോ ഒരു വേരാണേ, നല്ല രസമുണ്ട് കാണാൻ. കണ്ടോ ഇവിടെ ഇങ്ങനെ വരുന്ന വഴിയിൽ കണ്ടാണ് ഒരു വേര്. എന്തൊക്കെയോ ഒരു ഭംഗിയാണ് കണ്ടിട്ടല്ലേ. അങ്ങനെ നമ്മുടെ ഇന്ന് സ്റ്റേ ചെയ്യുന്ന വറാങ്കോ വാൾ എന്ന് പറയുന്ന അവിടെ കാണാം. നമുക്കിപ്പോൾ ഇവിടെ ഇന്ന് കാണാം കുറേ ടെൻറ്റുകൾ. കണ്ടോ ഞാൻ കാണിക്കാവേ. കണ്ടോ അതുകൊണ്ട് അവിടെ ആണ് നമ്മൾ ഇന്ന് സ്റ്റേ ചെയ്യുന്നത്. അവിടെ വരെ എത്തണം. ഞാൻ സൂം ചെയ്ത് കാണിച്ചാണിത്. കണ്ടോ അവിടെ ആണ്, അങ്ങ് പോകണം അങ്ങ്. അപ്പം ഇനിയും കുറേ ദൂരം കൂടെ നടക്കാറുണ്ട്. എന്തായാലും ഇവിടെ വരെ എത്തിയില്ലേ, ഇനി നമ്മൾ അവിടെ വരെ എത്തും. ഇതുണ്ടോ ഇതേപോലുള്ള മരങ്ങളും ഒക്കെയാണ് ഈ കണ്ട. ഈ മരത്തിൻ്റെ മുകളിലാണ് ഒരു ചെടി കണ്ട് നമ്മൾ നോക്കിയുമ്പോൾ അറിയണ്ട, അതിൻ്റെ മുകളിൽ ഇങ്ങനെ നിൽക്കുന്നത്. നല്ല രസമല്ലേ അത് കാണാൻ. ഇത് ഇവിടെ അല്ലേ ഫുള്ള് ഈ ഭാഗത്ത് മൊത്തം ഉണ്ട് കേട്ടോ. നോക്കി ഇതുണ്ടോ ഇവിടെ എല്ലാം ഉണ്ട് ഫുള്ള്. നല്ല രസമുണ്ടല്ലേ. ഭയങ്കരമായിട്ട് ടയർഡായി. ഇനിയിപ്പോയി ചൂടുവെള്ളം കുടിക്കുന്നു. കയ്യിലുള്ള വെള്ളം ഉണ്ടല്ലോ തണുത്ത് ഐസായി എൻ്റെ വാട്ടർ ബാഗിനകത്ത്. നമ്മൾ വിചാരിച്ചില്ല ഫ്ലാസ്കിനകത്ത് എടുത്താലും ഹെവി അല്ലേ ബാഗിനകത്ത് വെച്ചിട്ട് നടക്കുക എന്ന് പറയുന്നത്. ഇനിയിപ്പോൾ എത്താറായല്ലോ, ഇനിയിപ്പോൾ വെള്ളം കുടിക്കുക എന്നുള്ളതേ ഉള്ളൂ വഴി. അതാണ് വഴി. എന്താ കോടയാ ഫുൾ. ഇനിയിപ്പോൾ എങ്ങനെ രാത്രി ഇത്രമാത്രം തണുപ്പാന്നൊന്നും അറിയത്തില്ല. അങ്ങനെ നമ്മൾ ഓൾമോസ്റ്റ് എത്താറായി. ഇതാണ്ട് നമ്മുടെ ബോർഡൊക്കെ കാണാം, റാങ്കോ വോൾ അല്ലേ നമ്മളിപ്പോൾ എത്തുന്നത്. അതിൻ്റെ ഏകദേശം ഇനിയൊരു കുറച്ച് ദൂരം കൂടെ ഉള്ളൂ കാണാം നമുക്ക്. അവിടേക്ക് നമ്മളിപ്പോൾ എത്തും. നല്ല കോടയാണ്, മഞ്ഞ് കണ്ടോ ഫുള്ള് മഞ്ഞ്. കുറേ ആൾക്കാരുടെ ടെൻറ്റുകൾ കാണാം ഇവിടെ. എന്ന് വെച്ചാൽ നമ്മൾ വേറെ റൂട്ടിൽ നിന്ന് വരുന്നവരെല്ലാം സ്റ്റേ ചെയ്യുന്നത് ഇവിടെ, എല്ലാവരും ഒന്നിക്കുന്നത് ഇവിടെ. ലമോഷാണെങ്കിലും മച്ചാമയാണെങ്കിലും വേറെ റൂട്ട് 5-6 റൂട്ടുണ്ടല്ലോ കിളിമഞ്ചാരോ പോകാൻ വേണ്ടിയിട്ട്. ആ റൂട്ടിൽ വരുന്നവരെല്ലാം ഒന്നിക്കുന്നത് ഇവിടെ സ്റ്റേ ചെയ്തിട്ടാണ് നാളെ ഇനിയും പോകുന്നത്. അപ്പം ഇത് ഗവൺമെൻറ്റിൻ്റെ ഒരു ഓഫീസാണ്. ഇവിടെ നമ്മൾ പേരെഴുതി സൈൻ ചെയ്യുകയൊക്കെ വേണം. പിന്നെ ഇതിൽ നമ്മൾ ഓൾമോസ്റ്റ് എത്താറായി. ഇതാണ്ട് കണ്ടോ. അങ്ങനെ സക്സസ്ഫുള്ളി നമ്മൾ ഇന്നത്തെ ട്രെക്കിങ് കംപ്ലീറ്റ് ചെയ്തു. അപ്പം 4600 മീറ്ററിൽ പോയിട്ട് 3900 മീറ്ററിൽ നമ്മളെത്തി. ഒരു കുഴപ്പമില്ല. ഭയങ്കര ഹെവി ടാസ്ക്കായിരുന്നു ഇന്നത്തെ എന്ന് പറഞ്ഞാൽ. രാവിലെ 8 മണിക്ക് നമ്മൾ സ്റ്റാർട്ട് ചെയ്തായിരുന്നു. എന്നിട്ട് നമ്മൾ ഉച്ചയായപ്പം ലാവാ ടവറിലെത്തി. ലാവാ ടവറിൽ നിന്ന് 2:30 ആയപ്പോൾ നടക്കാൻ തുടങ്ങി. ആ വീഡിയോ ഞാൻ ലെങ്ത് ആയതുകൊണ്ടാണ് അത് അവിടെ വെച്ച് നിർത്തിയത്. ഇപ്പം നമ്മൾ 5:30 ആയി. അവിടെ 5:30 ആയപ്പോൾ നമ്മളിവിടെ എത്തി. നമ്മുടെ ബോർഡ് കണ്ടോ, വറാക്കോ ക്യാമ്പ് 3900 മീറ്ററിലാണേ. കണ്ടോ
മറാക്കോ ക്യാമ്പ്. ഇനി നമ്മൾ നാളെ പോകുന്ന പറഞ്ഞാൽ കരാങ്ക ക്യാമ്പ്. 6 കിലോമീറ്ററാണ്, 4 മണിക്കൂർ. പിന്നെ അതിൻ്റെ അടുത്ത ദിവസം പോകുന്നത് ബറാഫു ക്യാമ്പ്, 10 കിലോമീറ്റർ 8 മണിക്കൂർ. അപ്പോൾ ഇത്രയുമാണ് ഇവിടെ എഴുതി വെച്ചത്. പിന്നെ ഉറുഹു പീക്ക് നമ്മുടെ കിളിമഞ്ചാരോയുടെ മുകളിലെത്തുന്നത് 15 മണിക്കൂർ എടുത്താണ്. 15 കിലോമീറ്റർ 15 മണിക്കൂർ. ഇതാണ് ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത്. ഇന്നത്തെ ഒരു ടാസ്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റി. അങ്ങനെ ഞാൻ എന്താ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഇനി നമുക്ക് ഇന്നത്തെ വൈകിട്ടത്തെ കാഴ്ചകളൊക്കെ അടുത്ത വീഡിയോയിൽ കാണാം. ഇനി ഡിന്നറ് പോയിട്ട് എന്താണ് എന്നുള്ളതൊക്കെ. എന്നാലും ഈ വീഡിയോ ഒത്തിരി ലെങ്ത് ആവണ്ട എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇവിടെ വെച്ച് നിർത്തുന്നത്. അപ്പം ഈ വീഡിയോ നിങ്ങളെല്ലാവരും കഴിഞ്ഞ വീഡിയോ കണ്ടതിന് ശേഷം മാത്രമേ കാണാവുള്ളൂ. അപ്പം എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഇനി അടുത്ത അടിപൊളി വീഡിയോ വരാനിരിക്കുന്നു. കിളിമഞ്ചാരിയുടെ അടുത്ത വീഡിയോകളിന് പ്രതീക്ഷിക്കാം. ഒന്നും സംഭവിച്ചില്ലെന്നുണ്ടെങ്കിൽ എന്നാലും ഞാൻ ആകെ എക്സൈറ്റഡ് ആണ്. ഇന്ന് 4-ാം ദിവസം കംപ്ലീറ്റ് ചെയ്തതിൽ ഒരുപാട് സന്തോഷം. എന്നെപ്പോലൊരാൾ, അത് ഞാൻ ഇവിടെ ഒരു ഇന്ത്യൻസിനെ പോലും ഇവിടെ ഒന്നും കാണാനില്ല, ഒറ്റയ്ക്ക് വന്ന് ഇത്രയും കാര്യങ്ങൾ ചെയ്യാൻ പറ്റിയതിൽ എനിക്ക് ഒരുപാട് സന്തോഷം. പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. ഇന്നെന്തായാലും അത് ഇത്രേ പറയാൻ പറ്റുള്ളൂ. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. ഇന്നത്തെ രാത്രിയിലത്തെ എങ്ങനെയായിരിക്കും തണുപ്പെന്നൊന്നും അറിയത്തില്ല. എന്തായാലും ഈ വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യണം. ഓക്കെ, ബൈ.